നമസ്കാരം. 2024 എന്ന ഈ വർഷത്തിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത്. ഈ 2024മായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷം 2024 എന്ന ഈ പുതുവർഷത്തിൽ വിവാഹത്തിന് യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അതേപോലെ തന്നെ ഇഷ്ട പങ്കാളിയെ ലഭിക്കുന്നവർ, കൂടാതെ രണ്ടാം വിവാഹത്തിന് അതായത് പുനർവിവാഹത്തിന് ആലോചിക്കുന്നവരാണ് എങ്കിൽ അവർക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. ഏതെല്ലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സാമ്പത്തികപരമായ പ്രയാസമുള്ളവർ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമാണ് എന്ന് പറയാം. വിവാഹ സാധ്യതകൾ വന്നു ചേരാം. അതിനാൽ തന്നെ ഈ സമയം പുനർവിവാഹത്തിനും അത്തരം കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാകുന്നു. മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. അതുവഴി ഇവർക്ക് ഇഷ്ട പങ്കാളിയെ തന്നെ വിവാഹം കഴിക്കുവാൻ സാധിക്കുന്നതുമാണ്. പ്രണയവിവാഹത്തിന് സാധ്യത കൂടുതലാണ്. ഈ കാലയളവിൽ വിവാഹത്തിനുള്ള സാധ്യതകൾ ശക്തമാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. കൂടാതെ നിങ്ങളുടെ പ്രണയവിവാഹം അത് നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പലപ്പോഴും പരാജയപ്പെട്ടു പോയ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് വിജയത്തിലെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രണയവിവാഹത്തിന് കുടുംബാംഗങ്ങളുടെ സമ്മതം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹം മുടങ്ങിപ്പോവുക, അതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാവുന്ന സമയമാണ് 2024. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവാഹം അല്ലെങ്കിൽ പങ്കാളി കടന്നു വരുന്ന ഒരു വർഷമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം പരമശിവനെയും പാർവതി ദേവിയെയും ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിങ്ങം രാശിക്കാർക്ക് ഈ വർഷം വിവാഹത്തിന് സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം. 2 വിവാഹത്തിനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷം പ്രത്യേകിച്ചും പ്രണയവിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പറയാം. പങ്കാളിയെ കണ്ടെത്തുവാനും അത് വിവാഹത്തിലേക്ക് നയിക്കുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അനുകൂലമായി ബന്ധങ്ങൾ വരാതിരിക്കുക, അനുകൂലമായ ബന്ധങ്ങളിൽ തടസ്സങ്ങളാൽ അത് മുടങ്ങിപ്പോവുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ് എന്ന് തന്നെ പറയാം. വർഷത്തിന്റെ 1ഉം 2ഉം പാദങ്ങളിൽ പ്രണയവിവാഹത്തിന് ശക്തമായ തന്നെ സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവാഹം കടന്നു വരുന്നു എന്ന പ്രത്യേകതയാണ് ഉള്ളത്. പ്രത്യേകിച്ചും നിങ്ങൾ പാർവതി ദേവിയെയും പരമശിവനെയും ആരാധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ്. ആ വീടുകളിൽ തീർച്ചയായും മംഗളകർമ്മം നടക്കുക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷത്തിൽ വിവാഹത്തിന് സാധ്യത കൂടുതലാണ്. 2024 ഇത്തരത്തിലൊരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാം. വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുകയും ശരിയായ ദിശ നൽകുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ വിവാഹത്തിന് സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. കൂടാതെ വിവാഹിതരായവർക്കും ഈ വർഷം ശരിയായ രീതിയിലുള്ള പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അവിവാഹിതരായ വ്യക്തികൾക്കും പ്രണയത്തിൽ ഏർപ്പെടുകയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹത്തിലേക്ക് നയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു.
ഈ സമയം ബന്ധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വിവാഹം മുടങ്ങിപ്പോകുന്നവരാണ് എങ്കിൽ അവർക്കും ഈ വർഷം അനുകൂലം തന്നെയാണ്. പരമശിവനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അതേപോലെ 2 വിവാഹത്തിനും സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് ഇത്. പുനർവിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കാം. അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്കും ഇവർക്ക് അനുകൂലമാകുന്നു. പുനർവിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ വഴിമാറി പോകുന്ന അവസരം കൂടിയാണ് ഇത്. ഉമാമഹേശ്വരന്മാരെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വിവാഹത്തിന് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ വർഷത്തിന്റെ 2ാം പകുതി വിവാഹത്തിന് ഏറ്റവും അനുകൂലമാകുന്നു. വർഷത്തിന്റെ തുടക്കത്തിൽ രാഹു 5ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ സ്നേഹവികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവാഹം, പ്രണയം തുടങ്ങിയ കാര്യങ്ങൾ കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു. പ്രണയം വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ ദേവഗുരു വ്യാഴം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ 2024 മെയ് മുതൽ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്ന് തന്നെ പറയാം. ആ സമയം മുതൽ വർഷാവസാനം വരെ വിവാഹത്തിന് പ്രത്യേകമായ യോഗങ്ങളുണ്ട്. അതിനാൽ തന്നെ ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കുന്ന സമയമാകുന്നു. വർഷത്തിന്റെ അവസാന പകുതിയിൽ, പ്രധാനമായും അവസാന 3 മാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സമയമാകുന്നു. ഇത് വിവാഹത്തിലേക്ക് കലാശിക്കാം. അതിനാൽ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ വർഷം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ആലോചനകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഈ വർഷം വിവാഹം നടക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് 2024 വിവാഹത്തിന് ഏറ്റവും മികച്ച മാസങ്ങളാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ശുഭകരമായി തീരും. പ്രണയവിവാഹത്തിനും സാധ്യത കൂടുതലാകുന്നു. 2 വിവാഹത്തിനും സാധ്യത കൂടുതലുള്ള സമയമാണ് ഇത്. കൂടാതെ ഈ സമയം പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. മാർച്ച് മുതൽ ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള സമയം ജീവിതത്തിൽ പങ്കാളിയെ ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലം തന്നെയാണ്. ഉമാമഹേശ്വരന്മാരെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അകലുക തന്നെ ചെയ്യും. നിത്യവും ഉമാമഹേശ്വരന്മാരെ ആരാധിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിയിലുള്ളവർക്കും ഈ വർഷം വിവാഹത്തിന് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പ്രണയവിവാഹത്തിനും സാധ്യത കൂടുതലാണ്. 2ാം വിവാഹത്തിന് സാധ്യത, അഥവാ 2 വിവാഹങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് ഇത്. ഈ സമയം പുനർവിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതും ശുഭകരമായി തന്നെ തീരും. വിവാഹം നടക്കും എന്ന് തന്നെ പറയാം. വിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരുക, വിവാഹം മുടങ്ങിപ്പോവുക തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ് ഇത്. വർഷത്തിന്റെ 2ാം പകുതിയാണ് കൂടുതൽ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുക. ദേവഗുരു വ്യാഴത്തിന്റെ അനുഗ്രഹം വിവാഹത്തിനും അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കുന്നതിനും കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് ശുഭകരമാണ്. ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും.